നമുക്കിന്നൊരു മൂവി കണ്ടാലോ? ഒരൊറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ വന്നിട്ടുള്ള ഒരു യാത്രയാണിത്. അതാണെങ്കിലോ നല്ല തിരക്കുള്ള ഒരു ദിവസം, ഏപ്രിൽ 14 വിഷുവിൻ്റെ തലേ ദിവസം. പാർക്കിംഗ് ഏരിയയൊക്കെ എങ്ങനെയോ സംഘടിപ്പിച്ച് നമ്മൾ മൂവിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഗോകുലമാളിൽ മൂവി കാണാൻ വരുന്നത്. പിന്നെ നൂനുനെയും കൊണ്ട് സിനിമയ്ക്ക് വന്നതുകൊണ്ട് തന്നെ കുറച്ച് ടെൻഷനുണ്ട്. ആളിരിക്കുമോ, കണ്ടിന്യൂസ് കാണാൻ ഞങ്ങൾ അനുവദിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. പിന്നെ നമ്മളെ കാര്യം മാത്രമല്ല, അവൻ ബഹളം വയ്ക്കുകയോ ഓടി കളിക്കുകയൊക്കെ ചെയ്താൽ മറ്റുള്ളവർക്ക് സിനിമ കാണാൻ ബുദ്ധിമുട്ടും ആവുമല്ലോ. അതും ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞാൻ അവനെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. അവൻ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നന്നായിട്ട് സിനിമയും കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കയ്യിൽ ഈ ഒരു ടോയ് ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ആ ടോയ് പുതിയതുമാണല്ലോ. തിയേറ്റർ ഏതായാലും സിനിമ ഏതായാലും നമുക്ക് പോപ്കോൺ മസ്റ്റാണല്ലേ. പോപ്കോൺ ഇല്ലാതെ എന്ത് സിനിമ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് തിയേറ്ററിലാവുമ്പോൾ. അങ്ങനെ ഇൻ്റർവെല്ലിന് ശേഷമാണ് ഞങ്ങൾ പോപ്കോൺ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാണ്? ഭരതനാട്യം ടു മോഹിനിയാട്ടം. അത് പോപ്കോൺ കാണാനുള്ള ഗ്യാപ്പ് തന്നിട്ടുണ്ടായിരുന്നില്ല. സിനിമ അത്രയ്ക്കും കോമഡിയുള്ള നല്ല എൻ്റർടൈനറായിരുന്നു. ഒരുപാട് മനസ്സ് തുറന്ന് ഞാൻ ചിരിച്ച ഒരു ഫിലിമാണത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ ഞാൻ കാണുന്നത്. ഞാൻ മാത്രമല്ല, തിയേറ്ററിൽ മുഴുവൻ ചിരിയോട് ചിരി തന്നെയായിരുന്നു. സൈജു കുറുപ്പാണെങ്കിലും മറ്റ് അഭിനയിച്ചവരാണെങ്കിലും ഒക്കെ തന്നെ നന്നായിട്ട് തന്നെ അവരവരുടെ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ സിനിമ കണ്ട് അത്ഭുതപ്പെട്ടത് ഈ ഒരു അമ്പലം ലൊക്കേഷൻ കണ്ടിട്ടാണ്. എൻ്റെ നാട്ടിലുള്ള എൻ്റെ തറവാടമ്പലം സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞ് കണ്ടപ്പോൾ ഒരുപാട് മനസ്സിൽ സന്തോഷം തോന്നി. അതും സിനിമയിലുടനീളം ഞാൻ ശരിക്കും സർപ്രൈസായിപ്പോയി. എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും ഈ സെക്കൻഡ് പാർട്ട് ഒരുപാട് ഇഷ്ടമായി. കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.